ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 91 സങ്കീർത്തനത്തിന്റെ 14-ാമത് വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം. വചനം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചല്ലോ. നൽകിയ വചനത്തിന് വേണ്ടി കരമേശിയ ആരും നിർവിചാരികളായ ഉദാസീനതയോടെ മുൻവിധിയോടെ ദിവസങ്ങളായിരിക്കരുത്. തിരുവചനം പറഞ്ഞു, ഞാൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും, വിശപ്പുള്ളവനെ നന്മകളാൽ നിറച്ച സമ്പന്നന്മാരെ വെറുതെ അയച്ചു. ആകയാൽ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനത്തിനു വേണ്ടിയുള്ള ദാഹത്തോടാണ് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരി സ്തോത്ര പ്രാർത്ഥന പോരാളികളായ സഹോദരിമാരെ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിലകൊണ്ടവരെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്ററിൽ വന്ന സ്തോത്രം സഹോദരിമാരുടെ വിവിധയിടങ്ങളിൽ മീറ്റിംഗിന് പ്രസംഗിച്ചു. പ്രാവശ്യവും നിങ്ങളോട് ഒരുമിച്ച് സ്തോത്രയുടെ കോൺഫറൻസിൽ അതിനെ ശുശ്രൂഷ പങ്കുവ ചെയ്തു. സ്തോത്രം. അവതിനുമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അനുഗ്രഹത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ മാത്രം ഗ്ലോറി പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഒരു പാട്ട് പാടി കഴിയുമ്പോൾ അതിന്റെ വാല് പോലെ അറ്റത്ത് 2 അന്യഭാഷ അല്ല. സ്തോത്രം. ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും ദൈവത്തിന്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ പൊടിയായിരുന്ന പിശാച് നമ്മളെ വീഴുന്നു. സ്തോത്രം. പിശാച് കീഴ്പ്പെടുന്നു. പക്ഷെ തീയാണെങ്കിൽ അവൻ അടുത്തു വരണം. സ്തോത്രം. പൊടിയാണെങ്കിൽ നാം അവന്റെ കാൽക്കീഴാകും, തീയാണെങ്കിൽ അവൻ അടുത്തു വരിക. എന്താണ് പൊടി, എന്താണ് തീ? ദൈവം എനിക്ക് തന്നിയൊരു ചിന്ത, ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം 19-ാം വാക്യം. ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. 19-ാം വാക്യം വായിച്ചു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകും, പൊടിയിൽ തിരികെ ചേരും. ഏദൻ പൂങ്കാവനത്തിലായിരുന്ന ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും കൽപ്പനാലംഘനത്തിന്റെ ഫലമായി അവർ പാപത്തിന് അധീനരായി തീർന്നു. സ്തോത്രം. നമുക്കറിയാം, തോട്ടത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്ത് അടിച്ച് പുറത്താക്കി. സ്തോത്രം. ഇതുകൊണ്ട് അടിച്ച് പുറത്താക്കി. അനുസരണക്കേട് കാണിച്ചുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് എന്നെ തോട്ടത്തിൽ നിന്നാണ് അടിച്ച് പുറത്താക്കി കളഞ്ഞത്. പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് 3 ശരിയാണ്. പാപം ചെയ്തത് കൊണ്ടാണ്, കൽപ്പന ലംഘിച്ചത് കൊണ്ടാണ്, തേജസ്സിന്റെ വസ്ത്രം അനുസരണക്കേട് കാണിച്ച ഒക്കെ ശരിയാണെങ്കിലും തോട്ടത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ കാരണം 22-ാം വാക്യത്തിലാണ് തോന്നുന്നുണ്ട്. സ്തോത്രം. യഹോവയായ ദൈവം പറയുക, മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരും. എന്തിനാ അടിച്ച് പുറത്താക്കിയെന്ന് അറിയുമോ? നിങ്ങൾ പറഞ്ഞ ശരിയാ, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. സ്തോത്രം. ഒക്കെ ശരിയാണ്, അനുസരണക്കേട് കാണിച്ചു. പക്ഷെ ഈ അനുസരണക്കേട് കാണിച്ചവൻ ഈ പാപം ചെയ്തതിനടുത്ത് എന്തോ ചെയ്യും? വേറൊരു വൃക്ഷഫലം അവിടെ നിൽപ്പുണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് ചെന്ന് അത് പറിച്ചു കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഈ പാപി എന്നേക്കും ജീവിച്ചിരിക്കും. ദൈവം അവനെ അനുവദിച്ചു. അവനെ തോട്ടത്തിൽ നിന്ന് അടിച്ചെന്ത് ചെയ്തു? പുറത്താക്കി. വിഷയം അതല്ല. 4 ശാപം അവിടെ കാണുന്നു. 1 പുരുഷനെ ശപിച്ചു, 2 സ്ത്രീയെ ശപിച്ചു, 3 പാമ്പിനെ ശപിച്ചു, 4 ഭൂമിയെ ശപിച്ചു. 4 ശാപം. സ്തോത്രം. പിശാചിന്, പാമ്പിന്. സ്തോത്രം. ദൈവം ശപിച്ചു, നീ ഉരസുകൊണ്ട് ഗമിച്ചതിന്റെ ആയുഷ്കാലം മുഴുവൻ പൊടി തിന്നു. ശാപം. സ്തോത്രം. എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞു, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക്. മനസ്സിലായി? നിങ്ങളോട് നോക്കി,
മനുഷ്യനോട് പറഞ്ഞു നീ പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചെയ്യും. പാമ്പിനോട് പറഞ്ഞു ആയുഷ്കാലം മുഴുവൻ പൊടിയെ തിന്നു. മനസ്സിലായോ? മനുഷ്യനോട് പറഞ്ഞു നീ പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചെയ്യും. പാമ്പിനോട് പറഞ്ഞു ആയുഷ്കാലം മുഴുവൻ. ദുഷ്ടന്റെ അധീനതയിൽ ഈ ഭൂമി കിടക്കുന്നിടത്തോളം കാലം ഈ പൊടിയോട് അവന് പോരാട്ടം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ശത്രു അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തെരഞ്ഞു ചുറ്റി നടക്കുക. 10,000 പേര് നിന്നാലും വാഗ്ദത്തമുള്ളവരെ തെരഞ്ഞു പിടിക്കും. ആരെ വിഴുങ്ങണമെന്ന് തെരഞ്ഞു നടക്കും. സ്തോത്രം. നോക്കണമേ, മനുഷ്യനോട് പറഞ്ഞ നീ പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചെയ്യും. പാമ്പിനോട് പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ ഈ പൊടിയെ തിന്നോണം. പറഞ്ഞ ദുഷ്ടന്റെ അധീനതയിൽ ഈ ഭൂമി കിടക്കുന്നിടത്തോളം ഈ പൊടിയോട് അവര് പോരാട്ടം. സ്തോത്രം. എന്നാ തീയാണെങ്കിൽ അവൻ എടുക്കരുത്. പൊടിയായിരുന്നത് തീയാക്കാനാണ് ആത്മാവാം ക്രിസ്തു ഇറങ്ങി വന്നത്. ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേം വാങ്ങിപ്പോകാതെ നിങ്ങൾ കാത്തിരിക്കണം, ശക്തി ലഭിക്കാതെ പുറത്തു പോകരുത്. മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ മേൽ 2-ാം അധ്യായത്തിലുണ്ട്, അഗ്നിനാവുകൾ പോലെ പുലർന്നിരുന്ന നാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേൽ പറഞ്ഞു. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ സ്തോത്രം കാത്തിരുന്ന ഓരോരുത്തരുടെ മേലും ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവരിരുന്ന സ്ഥലം കുലുങ്ങി. ആത്മാവിന്റെ ശക്തി വന്നപ്പോൾ സ്തോത്രം പൊടിയായിരുന്നാലും തീയായി മാറി. ഒരു അസാധാരണ ധൈര്യം. പറയാറുണ്ട്, എനിക്ക് ഒരു ധൈര്യവും ഇല്ല. സ്തോത്രം. ധൈര്യം വേണമെങ്കിൽ അകത്ത് തന്നെ വേണം എന്ന് പറഞ്ഞേ. എത്ര യോഗത്തിന് പോയെന്ന് പറഞ്ഞാലും ധൈര്യം കിട്ടണ എന്നാ വേണം? 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന പത്രോസ് അതിനെക്കാട്ടി വലിയ ബൈബിൾ കോളേജ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം തിരുന്ന സൗകര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. സ്തോത്രം. പക്ഷെ നിസാര ഒരു പെണ്ണിന്റെ മുമ്പിൽ അള്ളിപ്പറന്നല്ല, അതിന് നേരെ നിൽക്കാൻ കേൾപ്പില്ല. കുറച്ചുകൊണ്ട് പറയണേ, നീ പറയുന്ന കാര്യം എനിക്ക് തിരിയുന്നില്ല, ത്യാഗാനുമാണ് ഇടാനും ധൈര്യമില്ല. പക്ഷേ മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? പത്രോസുണ്ട്. സ്തോത്രം. ഇരുന്ന സ്ഥലം കുടുങ്ങി. ഓരോരുത്തരുടെ പേരും ആത്മസാന്നിധ്യം അഗ്നിനാവുകൾ പോലെ അഗ്നിയായിട്ട് ഇറങ്ങി വന്നു. തീയായി ഇറങ്ങി വന്നു. അന്യഭാഷയിൽ സംസാരിച്ചു. ഉടനെ പുറത്തുനിന്ന് ഒരു ഗ്രൂപ്പ് ഓടി വന്നു. ഈ ബഹളം എല്ലാം കൂടെ കണ്ടപ്പോ അവർ പറയാം, ശരിക്കും വീഞ്ഞു കുടിച്ചിട്ടിരിക്കുക അല്ലെ രാവിലേക്കൊന്നും. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഇത് കേട്ടപ്പോ 11 പേരുടെ നടുവിൽ പത്രോസ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റാണ്? പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല, ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ എഴുന്നേറ്റത്. എന്നാ തെറ്റിദ്ധാരണ? ആ വീഞ്ഞു കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ല സഹോദരന്മാരെ, അങ്ങനെ അല്ല എന്ന് പറയാനാ പുള്ളി എഴുന്നേറ്റത്. ആത്മാവനെ പ്രസംഗത്തിലേക്ക് നയിച്ചു. ഒരുവനെ നിർത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. 3.5 വർഷം കൂടെ നടന്നിട്ടും അകത്ത് ആത്മസാന്നിധ്യമില്ലാത്തവൻ ഒരു പെണ്ണിന്റെ നേരെ നിൽപ്പാൻ കേൾപ്പില്ലായിരുന്നു. പക്ഷെ ആത്മാവിന്റെ ശക്തി ഉയരത്തിൽ നിന്ന് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗത്തിന് 3000 എണ്ണം അകത്തു വന്നെങ്കിൽ ഇന്ന് പകൽ എല്ലാ കുഞ്ഞുങ്ങളോട് ഉൾപ്പെടെ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അഭിഷേകം പ്രാപിക്കാത്തവർ ഒറ്റയൊരെണ്ണം ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകരുത്. രാത്രി ഞാൻ പ്രസംഗിച്ച പോലെ അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുക. സ്തോത്രം. മനുഷ്യരോട് പറഞ്ഞു നമ്മളൊരു പരുവമായിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കുക. അങ്ങനെ പറഞ്ഞല്ലോ. സ്തോത്രം. അന്യഭാഷ നമുക്ക് അന്യപ്പെട്ടു പോയി. ആർക്കും അന്യഭാഷ ഇഷ്ടമല്ല. സ്തോത്രം. അതൊരു പഴഞ്ചൻ അനുഭവം എന്നാ പറയുന്നത്. പക്ഷെ പിതാക്കന്മാർ സ്തോത്രം ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞു നിന്ന് പൈശാചിക ശക്തികളാൽ നിമിടമായിരുന്ന വ്യക്തിത്വങ്ങളെ അലറി വിളിച്ചുകൊണ്ട് ഈ ദുഷ്ടശക്തി ഓടിപ്പോയത്
ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ, ആത്മാവിന്റെ അഗ്നി ഇറങ്ങിയപ്പോൾ, സ്വർഗീയ ഭാഷ വെളിപ്പെട്ടപ്പോൾ പിശാച് അലറിയോടി. ആ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ചൊരു നിമിഷം ആ ദൈവത്തെ സ്തുതിച്ചാൽ. നോക്കണമേ, പൊടിയായിരുന്ന പിശാച് വിടുന്നു. തീയാണെങ്കിൽ അവന് അടുത്ത് വരാൻ പറ്റത്തില്ല. പുതിയ നിയമ ഭക്തൻ പൊടിയല്ല, പിന്നെ തീയ. തീയ. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവൻ പൊടിയല്ല, തീയ. അധികാരത്തിന്റെ കൃപ ഉയരത്തിൽ നിന്ന് ധൈര്യപ്പെട്ട് പ്രാപിച്ചവൻ പൊടിയല്ല, തീയ. ഇവിടെ പൊടിയുണ്ടോ? പൊടിയുണ്ടോ നമ്മുടെ? നിങ്ങൾ മസിൽ പിടിച്ചിരിക്കാതെ സഹോദരിമാരുടെ വീട്ടിൽ പൊടിയുണ്ടോ നമ്മുടെ? പണ്ടൊരു ദേവദാസൻ ചോദിച്ചപ്പോ ഒരു സഭാ ശുശ്രൂഷൻ എഴുന്നേറ്റ് ചോദിച്ചു, വിശ്വാസികളോട് ചോദിച്ചു, സൺഡേയിൽ വർഷത്തിൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എല്ലാവരും വിശ്വാസികൾക്ക് അറിയാമോ? അറിയാം. നിങ്ങൾക്ക് അറിയാം. പിന്നെ ഞാനിതിന് പിറ്റേ ആഴ്ച പാസ് അത് തന്നെ ചോദിച്ചു. അവരെല്ലാം കൂടെ തലയാഴ്ചത്തെ അനുഭവം ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ പറഞ്ഞു അറിയത്തില്ല. പാസ്പോർട്ട് നിങ്ങൾക്ക് ഇത് അറിയത്തില്ല, പിന്നെ ഞാനിതിന്. അഭിഷിക്തന്മാരെക്കാളും മിടുക്കരാണല്ലോ വിശ്വാസികൾ. സ്തോത്രം. അടുത്ത ആഴ്ച നമ്മുടെ പാസ് തന്നെ കുറച്ച് പേര് പറഞ്ഞു അറിയാം, കുറച്ച് പേര് പറഞ്ഞു. ദിവസം വലിയ ആഴ്ച പാസ് ചോദിച്ചു, ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? ഈ സൈഡ് അറിയാം, ഇവിടെ അറിയത്തില്ല. പാസ് വന്ന ഒരു കാര്യം ചെയ്യും, ഈ അറിയാവുന്നവരല്ലായിരുന്നു ഇവിടെ. ഇതിനകത്ത് കൂടിയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചു, ഇപ്പോൾ ഇതിനകത്ത് കൂടിയുള്ളൂ. ഉണ്ടെങ്കിലും പറയാം. 30-ാം സംഖ്യത്തിന് 9-ാം വാക്യം വായിച്ചു ഉണ്ടോ? ഇപ്പൊ മതി മതി മതി. നീ ഇവിടെ നോക്കി. ധൂളി എന്ന് വെച്ചാൽ പൊടിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പൊടി ഉണ്ടോന്ന് എങ്ങനെ അറിയുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ പൊടി ഉണ്ടോന്ന് എങ്ങനെ അറിയുന്നത്? അടുത്തിരിക്കുന്നവർ സ്തുതിക്കാതിരിക്കുമ്പോ ഓർത്തോണം ഇതാരാ ഒന്നും വിളിക്കല്ലേ. അവർക്ക് മനസ്സിലായി പൊടിമോളെന്ന് വിളിച്ചു. ഒരു സന്തോഷമായി. പൊടിയെന്ന് പറയുന്നത് ധൂളിക്കൊരു പൊടി ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അടുത്തത് അതിന്റെ സത്യത്തെ. സത്യമാരാ പറഞ്ഞേ? യേശു ക്രിസ്തു. ആര്യമകന്മാർ വേദങ്ങളിൽ പ്രാർത്ഥിച്ചു, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ മൃതംഗമയ. അസത്യത്തിൽ സത്യത്തിലേക്കും മൃത്യു മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് ആര്യമകന്മാർ വേദങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് മറുപടി പുരാണ ഗ്രന്ഥങ്ങളിൽ ഇല്ല. എന്നാൽ സത്യവചനമായ ബൈബിളിന്റെ കേന്ദ്ര ബിന്ദുവായി യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ധൂളിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഇടയിൽ പൊടിയുണ്ടോന്ന് എങ്ങനെ അറിയും? അതിന്റെ സത്യത്തെ. സത്യമാരാ? ക്രിസ്തു എന്ന സത്യത്തെ ഒരിക്കലും ആ വ്യക്തി ഉയർത്തത്തില്ല. ഏതെങ്കിലും ശാപം പൊടിയെ സാധാരണ വിഴുങ്ങും. എന്നാൽ ആത്മാവിന്റെ കൃപ പ്രാപിച്ചവൻ പൊടിയല്ല, തീയ. പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ നാട്ടിലോട്ടൊക്കെ വന്ന് ഒത്തിരി ചൂള കാണാം. ചൂള ഗ്രാമപ്രദേശത്തൊക്കെ താമസിക്കുന്ന നിങ്ങൾക്ക് അമേരിക്കയിൽ അറിയത്തില്ലല്ലോ. ഇഷ്ടിക ഉണ്ടാക്കുന്ന ചൂള കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ? ഓക്കെ. സ്തോത്രം. നല്ല രസമാണ് കാണാന്. സ്തോത്രം. ഈ വയലില് കണ്ടെത്തി ചെന്നിട്ട് ചെളി എടുത്ത് കുഴച്ച് വെള്ളം ഒഴിച്ച് ചവിട്ടി കുഴച്ച് വളരെ മാർദ്ദവമുള്ളതാക്കി മാറ്റുമ്പോൾ ഒരച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തിരികെ സഹോദരന്മാരെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് ഈ ചെളിയെല്ലാം ആക്കിയിട്ട് സ്തോത്രം വയലിന്റെ നടുക്ക് കൊണ്ടുവന്ന് ഒരു വലിയ പ്ലാസ്റ്റിക് അങ്ങോട്ട് വിരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് ഈ അച്ഛൻ വൃത്തി അങ്ങ് മാറ്റും. അപ്പോഴത്തേക്ക് ഒരു ഷേപ്പോട് കൂടി കട്ട ഇങ്ങനെ ഇരിക്കും. ആഴ്ചകളോളം അവിടെ ഇരുന്ന്
ഇത് സൂര്യപ്രകാശം കൊണ്ട് ഏറ്റു കഴിയുമ്പോൾ ഈ മൺകട്ട നല്ല കടുപ്പമുള്ളതായി മാറും. അങ്ങനെ ആഴ്ചകൾ കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നറിയാം, ഇതിനെ അടുക്കി അതിനെ നമ്മുടെ നാട്ടിൽ ചൂള എന്ന് പറയും. അടുക്കി ഇങ്ങനെ വെക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യോഗത്തിനൊക്കെ പകലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ. അവരിങ്ങനെ കയറി നിന്ന് അടുക്കി ഇങ്ങനെ വെക്കുന്നത് കാണാം. അതിനുശേഷം ഒരു അടിയിൽ എന്ത് ചെയ്യും, ഒരു ഹോളിട്ടേ അതിന്റെ അടിയിൽ ഇങ്ങനെ വിറക് വെച്ച് തീ കത്തിക്കും. പകല് ഞങ്ങൾ അങ്ങോട്ട് മുമ്പ് ഒരു കയറി നിന്ന് ഇങ്ങനെ അടിക്കുന്നത് കാണും. രാത്രി ഞങ്ങൾ തിരിച്ച് യോഗമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പകൽ അങ്ങോട്ട് പോയപ്പോ ചെളിയുടെ കളറല്ല, ചെമ്പരത്തിപ്പൂവിന്റെ കളറിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇന്നലെ ഓർക്കും, ദൈവമേ, രാവിലെ ചവിട്ടി കയറിയവൻ ഇപ്പൊ ഇതിന്റെ ഏഴയിലും തടുക്കുന്നു. ഇപ്പൊ അടുത്ത പൊടിയായിരുന്നപ്പോൾ അവന്റെ കാറ്റിട്ട് അവൻ ചവിട്ടി. പക്ഷെ തീയായപ്പോ അവൻ അടുക്കാൻ പറ്റും. ഏതെങ്കിലും ശാപം സ്തോത്രം, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തിരികെ ചെയ്തു. പാമ്പിനോട് പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ പൊടി തിന്നോ. സ്തോത്രം. എന്നാൽ ഉയരത്തിലെ ശക്തി മർക്കോസിന്റെ മാളിക മുറിയിൽ സ്തോത്രം ക്രിസ്തു വെളിപ്പെട്ടു. ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അഗ്നിനാവുകൾ അവരുടെ മേൽ ഓരോരുത്തരുടെ മേൽ സ്തോത്രം. അല്ലേലേ, പിന്നെ പൊടിയല്ല, അവൻ തീയായി മാറി. ഒരു കാര്യം സഹോദരിമാർ മനസ്സിലാക്കണം, അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവൻ, അധികാരത്തിന്റെ കൃപ പ്രാപിച്ചവൻ, പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തി, നീ പൊടിയല്ല, നീ തീയ. ഒരന്ധകാര ശക്തിക്കും അടുക്കാൻ കഴിയത്തില്ല. ഒരു പൈശാചിക ശക്തികൾക്കും അടുക്കാൻ കഴിയത്തില്ല. ഒരാഭിചാര ശക്തികൾക്കും അടുക്കാൻ കഴിയത്തില്ല. ഒരു നേർച്ച വെച്ച വഴിപാടുന്ന ശക്തികൾക്കോ പ്രാർത്ഥിക്കുന്ന ഭക്തനെ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കാര്യമാണിച്ച് സ്തുതിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ വടക്കേരിയൊക്കെ പോകുന്നത് ഡൽഹിയിലോട്ടൊക്കെ പോകുമ്പോൾ 3 ദിവസമൊക്കെ ഇങ്ങനെ ട്രെയിനിൽ നല്ല ഉറക്കം ഇങ്ങനെ പിടിച്ച് വരുമ്പോഴാണ് ഒറ്റ കണ്ണുറന്ന് നോക്കുമ്പോ ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് സ്തോത്രം. ചില അതിനാ അനുഗ്രഹത്തിന്റെ ദൂതം സ്തോത്രം എന്തായാലും എന്ന് പറയുമ്പോൾ പ്രവചനത്തിൽ ഒന്ന് ഞാൻ എതിരല്ല, ഞാൻ പ്രവചിക്കുന്ന സ്തോത്രം ഇവന്നിൽ കൂടി സംസാരിക്കുന്നു സ്തോത്രം. പക്ഷെ അത് കേൾക്കുമ്പോ മൊത്തം ഒറ്റയടി സ്തോത്രം. അതേ പറയാറുണ്ട്, ഈ ഒരു വിശ്വാസികളായോ ഈയല്ല കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലാവും അറിയത്തില്ല. സ്തോത്രം. ഈ മഴ കൊണ്ട് തുടങ്ങുമ്പോഴേ കുടിക്കാത്തത് പ്രശ്നം വരുമ്പോഴാ അതോട്ട് വരും. സ്തോത്രം. അതുകൊണ്ട് ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരെ സഹോദരിമാരിലൂടെ വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പഴയ നിയമത്തിലൊക്കെ സഹോദരിമാരെ എങ്ങനെ ഉപയോഗിച്ചത് നമുക്കറിയാം. വലിയ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 12 ഗോത്രപിതാക്കന്മാരുണ്ടായിട്ടും ഇസ്രായേൽ ഗോത്രത്തെ പണിയാൻ 2 സഹോദരിമാരെ അതേ ഉപയോഗിച്ചു. അറിയാം, ലേയും റാഹേലും. സ്തോത്രം. പഴയ നിയമത്തിൽ സഹോദരിമാരെ ഉപയോഗിച്ച് നമുക്കറിയാം. ദേവാലയത്തിന്റെ തിരുശീലയുടെ പണിക്ക് വേണ്ടി, ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി ശല്ലൂമിന്റെ പെൺമക്കളൊക്കെ ശക്തിയോടെ ശല്ലൂമിനോടൊപ്പം നിന്നു. സാമർത്ഥ്യമുള്ള സഹോദരിമാരെ പഴയ നിയമത്തിൽ പുറത്തെ കാര്യത്തിൽ ഉപയോഗിച്ചു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പുറത്തല്ല, ദേവാലയം വിട്ടുപിരിയാതാകത്തും. സ്തോത്രം. ഏതെല്ലാം മേഖലകളിൽ പുതിയ നിയമത്തിൽ കർത്താവ് സഹോദരിമാരെ ഉപയോഗിച്ചിട്ടുണ്ട്, സ്തോത്രം, കുറിക്കാൻ പറ്റുന്നവരൊന്ന് കുറിച്ചെടുത്താൽ അത് ഏറ്റവും നല്ലതായിരിക്കും. സ്തോത്രം. ഞാൻ വേഗത്തിൽ പറയുന്നത് സ്തോത്രം ഒന്ന് എഴുതിയെടുക്കാമെങ്കിൽ അതും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 1:14 എടുത്താട്ടെ. ഒരാൾ 5:14. 1-ാം അധ്യായം 14 വേഗത്തിൽ എടുത്ത് വായിച്ചാട്ടെ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും കൂടെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ പുതിയ നിയമത്തിൽ സഹോദരന്മാരോടൊപ്പം ആരുണ്ടായിരുന്നു? സഹോദരിമാരുണ്ട്. 5:14. നോക്കിക്കേ, അനവധി പുരുഷന്മാരും
സ്തോത്രം. നോട്ട് ചെയ്യുന്നൊരു വേഗം നോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ദൈവദിനത്തിന് അധികാരികൾ കടക്കണം. സ്തോത്രം. അപ്പൊ പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സ്ത്രീകൾ. വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? നോക്കണമേ, 8:12. ഒരാൾ 8:3. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സ്ത്രീകളുണ്ട്. 8:3. ഒരാൾ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. നോക്കിക്കേ, സുവിശേഷത്തിന് വേണ്ടി പീഡനം അനുഭവിച്ച കൂട്ടത്തിൽ ആരുണ്ട്? ആരുണ്ട്? ഏതെല്ലാം മേഖലയിലും സ്ത്രീകളുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:16 നമ്മൾ വായിക്കുന്നു. പ്രവചിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? ലിംഗവ്യത്യാസമില്ലാതെ ആരുണ്ട്? സഹോദരിമാരുണ്ട്. സ്തോത്രം. ഫിലിപ്പോസിന്റെ 4 പെൺമക്കൾ ആരായിരുന്നു? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21 സ്തോത്രം 8-9 വാക്യം വേഗത്തിൽ. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. 70-ൽ-ഒരുവനായ ഫിലിപ്പോസ് ആരാ? 7 പേരെ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ വായിച്ചാട്ടെ. ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോട് കൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. സ്തോത്രം. പിന്നെ പ്രവാചകന്മാരുടെ ഒരു വലിയ ഗണം വേദപുസ്തകത്തിലുണ്ട്. ഈന്തപ്പള്ളിയുടെ കീഴിൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്ത ദെബോര. സ്തോത്രം. പിന്നെ അപ്പെടുത്താർന്നതായ മിരിയ. പിന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയെടുത്തു. പിന്നെ വായിച്ചാൽ മതി. 22-ാം അധ്യായം 18-ാം വാക്യം. 2 ദിനവൃത്താന്തം 32-21. സ്തോത്രം. 2 രാജാക്കന്മാർ 22-18. സ്തോത്രം. 2 ദിനവൃത്താന്തം 32-21 അവിടെ എഴുതിയിരിക്കുന്നു. ഹിൽക്കിയ പ്രവാചകൻ ഹുൽദാ പ്രവാചകിയുടെ അടുക്കൽ ദൈവാലോചന ചോദിക്കാൻ വന്നു. സ്തോത്രം. നിങ്ങളൊന്ന് മുകളിൽ നിന്ന് നോക്കിക്കേ. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സഹോദരിമാരുണ്ട്. വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സഹോദരന്മാരോട് ഒരുമിച്ച് സഹോദരിമാരുണ്ട്. സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ സഹോദരന്മാരോട് ആരുണ്ട്? ഒന്ന് പറഞ്ഞേ. സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടി പീഡനം അനുഭവിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? സഹോദരിമാരുണ്ട്. ലിംഗവ്യത്യാസമില്ലാതെ പ്രവചിച്ചവരുടെ കൂട്ടത്തിൽ, അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 16-18 ആക്കിയിട്ടുണ്ട്. സ്തോത്രം. കാരണം ലിംഗവ്യത്യാസം കൂടാതെ പ്രവചിച്ചവരുടെ കൂട്ടത്തിൽ സ്തോത്രം ഹല്ലേലൂയ സഹോദരിമാരുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ചു. ഹുൽദാ പ്രവാചകയുടെ അടുക്കൽ ഹിൽക്കിയ പ്രവാചകൻ സ്തോത്രം ആലോചന ചോദിക്കാൻ വന്നു. അപ്പൊ പ്രവചിച്ചവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഇനി ലൂക്കോസിന്റെ സുവിശേഷം എന്ന് എടുത്താട്ട് 8-ാം അധ്യായം 1-ാം വാക്യം. സുവിശേഷം അറിയിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ, പരസ്യോഗം നടത്താൻ പോയവരുടെ കൂട്ടത്തിൽ യേശുവിനോടൊപ്പം ആരൊക്കെയുണ്ട്? വേഗത്തിൽ ഇട്ടില്ലേ ഒന്ന്? നിങ്ങളത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും 12 ശിഷ്യന്മാരുള്ള കൂട്ടത്തിൽ നോക്കി സുവിശേഷം അറിയിച്ചുകൊണ്ട് ഊരുതോറും യേശു പോവാ. ചില ചോദിക്കാറുണ്ട് സുവിശേഷം പറയാൻ പോകുമ്പോൾ സഹോദരിമാർക്ക് പോകാം. നിങ്ങൾ നോക്കിയേ, ഊരുതോറും പ്രസംഗിച്ചു പോകുമ്പോൾ 12 പേരുണ്ട്. പിന്നെ സൗഖ്യം കിട്ടിയ സ്ത്രീകള് 7 ഭൂതം പുറത്തുപോയ മഗ്ദലക്കാരത്തി മറിയാം, ഹേരോദാവിന്റെ കാര്യവിചാരകനായ യോഹന്നെയും ശൂശനെയും. നോക്കിക്കേ, കൊട്ടാരത്തിൽ നിന്നും മുതൽ താഴേക്കിടയിലുള്ളവർ വരെ ഉണ്ട് യേശുവിനോടൊപ്പം. പിന്നെ വസ്തുവക കൊണ്ട് സുവിശേഷം അറിയിക്കാൻ പോയവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? അതാണ് സുവിശേഷം 27-ാം അധ്യായം 55-ാം വാക്യം കൂടെ. സ്തോത്രം. ഒരാൾ ഫിലിപ്പിയ ലേഖനം 4-2-3 വാക്യം. സ്തോത്രം. അനുഗമിച്ചു വന്ന സ്ത്രീകളുണ്ടായിരുന്നു. അനുഗമിക്കാൻ ആരുണ്ടായിരുന്നു? സഹോദരിമാരുണ്ടായിരുന്നു. ഫിലിപ്പിയർ 4-2-3. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണി നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. പൗലോസിനോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഈ സഹോദരന്മാരോട് പറയാൻ സഹോദരിമാർക്ക് പറ്റും? അത് വലിയൊരു ക്വസ്റ്റ്യൻ.
സഹോദരന്മാരോട് പറയാൻ സഹോദരിമാർക്ക് പറ്റുമോ? കർത്താവ് പറഞ്ഞാൽ പറ്റും. ബാക്കി കൂടെ പറയണം. ചുമ്മാ പറ്റും എന്ന് പറഞ്ഞിട്ട് പോയിരിക്കരുത്. അവരോടൊന്ന് ചോദിക്കുക. ഇവിടെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28-ാം അധ്യായം 5 മുതലുള്ള വാക്യം വായിച്ചേ. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കണ്ടു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് വേഗം ചെന്ന് അവന് ശിഷ്യന്മാരോട് പറയാൻ ദൂതനാ പറഞ്ഞു. ദൂതൻ പറഞ്ഞ അവിടെ നിൽക്കട്ടെ. 10-ാം വാക്യം യേശു എന്താ പറഞ്ഞു? യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാർ. മതി. യേശു പറഞ്ഞു ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി സഹോദരന്മാരോട് പറഞ്ഞാൽ. സഹോദരന്മാരോട് പറയാൻ സഹോദരിമാരെ പറഞ്ഞു വിട്ടതാരാ? പറഞ്ഞേ യേശുവ. സ്തോത്രം, സ്തോത്രം. റോമാലേഖനം 16-ാം അധ്യായത്തിൽ സ്തോത്രം ഒരുപാട് കർത്താവിന് വേണ്ടി അധ്വാനിച്ച അങ്ങോട്ട് വായിച്ച് തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് കാണാം കർത്താവിൽ അധ്വാനിച്ച സഹോദരിമാരെ. എല്ലാം കൂടെ വായിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. കർത്താവിൽ അധ്വാനിക്കുക. സ്തോത്രം. നിങ്ങൾ നോക്കി, ആരംഭം മുതൽ നോക്കി, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഈ വചനങ്ങളെല്ലാം ഇങ്ങനെ തെരഞ്ഞെടുത്ത് എഴുതി വെച്ചപ്പോൾ ആരംഭം മുതൽ നോക്കിയേ. അല്ല, സ്തോത്രം. സഹോദരിമാരെ സുവിശേഷത്തിന് വേണ്ടി കർത്താവിൽ വളരെ അധ്വാനിച്ചു. അധ്വാനിച്ചവരുടെ കൂടുതൽ അപ്പൊ ആരുണ്ട്? മാത്രമല്ല അധ്യാപനത്തിൽ സഹോദരിമാരും എടുക്കരുത്. അപ്പല്ലോസിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രിസ്കില്ല ഒരു തീപ്പൊരി പ്രഭാഷകനാക്കി മാറ്റി കൊടുത്തു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പല്ലോസിനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നിട്ട് പ്രിസ്കില്ല ക്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു തീപ്പൊരി പ്രസംഗകനാക്കി അപ്പല്ലോസിനെ മാറ്റി. അപ്പൊ അധ്യാപനത്തിലും ആരാണ്? സഹോദരിമാർ മുന്നിലുണ്ട്. അപ്പൊ നിങ്ങൾ മുന്നിൽ മുതലൊന്ന് നോക്കിയേ. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചവരുടെ കൂടുതൽ ആരുണ്ട്? വിശ്വസിച്ചവരുടെ കൂടുതൽ ആരുണ്ട്? സ്നാനപ്പെട്ടവരുടെ കൂടുതൽ ആരുണ്ട്? സുവിശേഷത്തിന് വേണ്ടി പീഡനമേറ്റവരുടെ കൂടുതൽ ആരുണ്ട്? ലിംഗവ്യത്യാസമില്ലാതെ പ്രവേശിച്ചവരുടെ കൂടുതൽ ആരുണ്ട്? സുവിശേഷം അറിയിക്കാൻ യേശുവിനോടൊപ്പം പോയവരുടെ കൂടുതൽ ആരുണ്ട്? സുവിശേഷത്തിന് വേണ്ടി പോരാടിയ കൂടുതൽ ആരുണ്ട്? അനുഗമിച്ചവരുടെ കൂടുതൽ ആരുണ്ട്? അധ്യാപനത്തിൽ ആരുണ്ട്? കർത്താവിൽ അധ്വാനിച്ചവരുടെ കൂടെ ആരുണ്ട്? സഹോദരന്മാരോട് എന്ന് പറയാനും ആരുണ്ട്? ഇവനെന്താ വേണം? പുതിയ നിയമത്തിൽ സഹോദരന്മാരെക്കാൾ ഉപരി ശക്തിയോടെ ദൈവം ഉപയോഗിച്ചു. വേദപുസ്തകത്തിൽ ഉടനീളം പഠിച്ച, സാമർത്ഥ്യത്തോടെ പ്രവർത്തിച്ച, തക്ക സമയത്ത് ദേശത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നൊരു എസ്തേറിനെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് പറ്റി നിന്നും സ്തോത്രം ഭാവി എന്താകുമെന്ന് ചോദിച്ച ലോകത്തിന്റെ മുമ്പിൽ സ്തോത്രം ദൈവനീതി സ്വയം ജീവിതത്തിലും കുടുംബത്തിലും വെളിപ്പെടുത്തിയതായ മോവാബ്യ സ്ത്രീയായ 10-ാം തലമുറ വരെ യഹോവയുടെ സന്നിധിയിൽ പ്രവേശനമില്ലാത്ത മോവാബ്യരാരാ? ലോത്തിന്റെ മക്കളാ. സ്തോത്രം. ലോത്തിന്റെ പെൺമക്കൾക്ക് ലോത്തിൽ കൂടി ജനിച്ച സ്തോത്രം ശപിക്കപ്പെട്ടവർ. സ്തോത്രം 10-ാം തലമുറ വരെ ദൈവസന്നിധി പ്രവേശനമില്ല. പക്ഷേ തീരുമാനമെടുത്തവളെ ബോവസിന്റെ വായിൽ തമ്പുരാൻ രാത്രി മുഴുവനും ബോവസിന്റെ പാദപീഠത്തിൽ കിടന്നപ്പോൾ പ്രഭാതത്തിൽ നല്ല ഒരു അളവ് അവർക്ക് പങ്കിട്ട് കിട്ടി. ആ പാദപീഠത്തിൽ കിടക്കുന്നവനെ അളവ് പങ്കിട്ട് ലഭിക്കത്തുള്ളൂ. ഞാൻ പറയാറുണ്ട്, അനാഥയായ എസ്തേറിനെയും വിധവയായ രൂത്തിനെ ഓർത്ത് 66 പുസ്തകങ്ങളിൽ 2 പുസ്തകം പരിശുദ്ധാത്മാവ് നീക്കി വെച്ചു. കരമുയർത്തി ദൈവത്തെ പുസ്തകിച്ചു. സ്വന്തം കുടുംബത്തെ രക്ഷിച്ച, സാമർത്ഥ്യത്തോടെ പ്രവർത്തിച്ച ഒരു സഹോദരി ഉണ്ടായിരുന്നു. പറയാം, നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമാണ് ഭർത്താവ്. പക്ഷെ ഭാര്യ വിവേകമുള്ളവള് സുന്ദരിയും. എന്തൊരു വിരോധാഭാസം! നിഷ്ഠൂരനും ദുഷ്കർമ്മ ഏത് ദുഷ്ട സ്വഭാവം നേരിടുന്നു? ജീവിക്കാൻ പറ്റുമോ മുന്നോട്ട്? നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായ ഒരുത്തന്റെ കൂടെ സ്തോത്രം വിവേകമതിയും സുന്ദരിയും സ്തോത്രം പോകാൻ പറ്റുമോ? സ്വകുടുംബത്തെ രക്ഷിക്കാൻ സഹോദരി നിനക്ക് കഴിയും. ഉദാഹരണം നിങ്ങളോട്, ഈ നാട്ടുപുറത്തൊക്കെ പണ്ടൊക്കെ എപ്പോഴാണ് നമ്മൾ കൈ കൊണ്ട് കാണിച്ച ടാബിന്ന് വെള്ളം വരും.
അതൊക്കെ എങ്ങനെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ആ കിണറ്റിൽ കോരി കണ്ടിട്ടുണ്ടോ? ആരി ഒത്തിരി കോരി കൊണ്ടുകൊണ്ട് മതി അതൊക്കെ ആവശ്യത്തോടെ പറഞ്ഞത്. നിങ്ങൾ ആന്റിയെ കളിയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? യോ അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇങ്ങനെ ദൂരേന്നൊക്കെ നമ്മൾ എടുത്തു വെച്ചാൽ എപ്പോ താഴെ പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏണയിലൊക്കെ എടുത്തു വെച്ച് ഒരു കയ്യാല് ഏണയിൽ കുടത്തിനകത്ത് കണ്ടിട്ടില്ലേ? അമേരിക്കയിൽ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? സ്തോത്രം. അത് മനസ്സിലായോണ്ടല്ലേ ആന്റി പറയുന്നേ? സ്തോത്രം. ചോദിക്കും എങ്ങനെയാ പഠിച്ചത്? എല്ലാം പഠിച്ചു. നിങ്ങളുടെ കൂടെ എല്ലാം പഠിച്ചു. ആ പണ്ട് അറിയാത്തതല്ലേ ഇപ്പൊ ഇവിടെ വന്ന് ഭൂഷണിയൊന്നുമില്ല. സ്തോത്രം. പോകട്ടെ. അമ്മച്ചിമാർ വെറുതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏണിൽ ഇങ്ങനെ എടുത്തിട്ട് കുടമൊക്കെ എടുത്തിട്ട്, പക്ഷെ അല്പം ഒന്നവര് വളരെ അല്പം ഒന്ന് താന്നു കൊടുത്താൽ, അല്പം ഒന്ന് അയഞ്ഞു കൊടുത്താൽ സഹോദരി എത്ര വലിയ ഭാരം ചൊല്ലും ഏത് ദൂരവും നൽകുന്നു. മനസ്സിലായില്ല? അല്പം ഒന്ന് താഴ്ന്നു കൊടുത്താൽ ഈ ഭാരം ഒന്നും ഒരു ഭാരവുമില്ല. എത്ര ദീർഘദൂരം വേണേലും പോകും. നിഷ്ഠൂരനായവന്, ദുഷ്കർമ്മിയായവന് വിവേകമതിയും സുന്ദരിയുമായ ഭാര്യ. സ്തോത്രം. സ്വന്തം കുടുംബത്തെ അവൾ രക്ഷിച്ചു. അബീഗയിൽ സ്വന്തം ജീവിതത്തെയും അമ്മയെയും രക്ഷിച്ചതായ രൂത്ത്, സ്വജനത്തെ രക്ഷിച്ചതായ എസ്തേർ, അവിടെ ഉപവാസം പ്രാർത്ഥന രേഖവിരോധമാണ്. പ്രാകാരത്തിൽ ആരനുവാദം കൂടാതെ വന്നാലും ശിരസ്സ് ഛേദിക്കും. പക്ഷെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അസാധ്യമായ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ആ പാവപ്പെട്ടവൾ അവൾ ആരായിരുന്നു? ഒരു കാലഘട്ടം വരെ ഹദസയ. സ്തോത്രം. ഇപ്പോൾ അവൾ എസ്തേർ. എസ്തേർ എന്ന വാക്കിനർത്ഥം നക്ഷത്രം. സ്തോത്രം. ഒരു കാലഘട്ടം വരെ കാർമേഘപടലം മൂടിക്കിടന്നവളായിരുന്നു. പക്ഷേ തമ്പുരാൻ അവളോട് കരുണ തോന്നിയപ്പോൾ ആ നക്ഷത്രത്തെ അവൻ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. സ്വയം പ്രകാശിച്ച് കൊട്ടാരത്തിൽ തന്നെ ഇരിക്കാനല്ല കൊണ്ടുവന്നത്. ഈ പ്രകാശം നിന്റെ സ്വജനത്തിന്റെ വിടുതലിന് കാരണമായി തീരണം. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ജനത്തിന്റെ വിടുതലിന് കാരണമാകണം നീ. അതിനാണ് കാർമേഘപടലം മൂടിക്കിടന്ന നിന്നെ അതിനെ വലിച്ചു കീറി എറിഞ്ഞിട്ട് സ്വർഗ്ഗ കൊട്ടാരത്തിൽ കൊണ്ടെത്തിച്ചത്. അരവിയത്തി സന്തോഷത്തോടെ അതിനൊത്തിരി നാരി ജനങ്ങളെ കുറിച്ച് സ്തോത്രം. നമുക്ക് വേദപുസ്തകം. എന്നാൽ വളരെ കുടുംബത്തിന് ശാപവും ദേശത്തിന് തലവേദനയുമായി നിന്ന് ഒത്തിരി സഹോദരിമാരും വേദപുസ്തകത്തിൽ ആരാധിച്ച ഭർത്താവിനെ നിന്ദിച്ച അറിഞ്ഞേ സ്തോത്രം. സ്തോത്രം. അഭിഷിക്തന്റെ തലയെ കൊയ്ത് കാലത്തിൽ വെക്കാൻ വേണ്ടി സ്തോത്രം രാജാവിനെ പ്രേരിപ്പിച്ച സഹോദരി. എത്രയെത്രയോ അനുഭവങ്ങൾ. ഭക്തനെ 50 മുഴമുയരുള്ള കഴുകുമരത്തിൽ തൂക്കാൻ ഭർത്താവിനോടൊപ്പം ആദ്യം കഴുകുമരത്തിന് കൂട്ടുന്നത്. പിന്നെ ഒടുവില്ല സംഗതിയെല്ലാം വഷളായപ്പോ പറഞ്ഞു അവൻ യഹൂദനാണ്, നീ സമയം പോലെ നിൽക്കുമല്ലോ. കോട്ടെ നമ്മളെല്ലാം കൂടെ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കുടുംബങ്ങളെ നശിപ്പിച്ച സഹോദരിമാരുണ്ട്. ശാപമായി നിന്ന സഹോദരിമാരുണ്ട്. സ്വജനത്തെയും സ്വകുടുംബത്തെയും സ്തോത്രം ജനത്തിന്റെ ഇടയിൽ വളരെ ശക്തിയോട് ഉപയോഗിക്കപ്പെട്ട സഹോദരിമാരും. നാം ഇന്ന് വായിച്ച വാക്യം ഇതാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക. ഒരു ദൈവപൈതൽ ഏത് സാഹചര്യത്തിൽ എവിടെ പോയാലും, ഞാൻ ആരംഭ സമയത്ത് നിങ്ങളോട് പറഞ്ഞതാ ഫസ്റ്റ് മീറ്റിങ്ങിന്, നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയും. അരാമ്യർ കവർച്ചപ്പടയായി പിടിച്ചുകൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ ഇസ്രായേൽ ദേശത്ത് നിന്ന് നയമാന്റെ വീട്ടിലെ ഒരു പാവപ്പെട്ട പെൺകൊച്ചിനെ പിടിച്ചോണ്ട് വന്നു. അല്ലേ? പാവപ്പെട്ട ഒരു കുഞ്ഞിനെ പിടിച്ചോണ്ട് വന്നു. അവിടെ ഡാഡിയിൽ നിന്നും മമ്മിയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ അവിടെ വേർതിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഈ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടക്കുക. നയമാൻ കുഷ്ഠരോഗി, പരാക്രമശാലി ആണെങ്കിലും ആരാണ്? കുഷ്ഠരോഗി. സേനാപതി, സേനയുടെ അധിപന, അരാം രാജാവിന്. സ്തോത്രം. പക്ഷെ യജമാനന്റെ കുഷ്ഠമാണെന്ന് ഈ കുഞ്ഞ് അറിഞ്ഞപ്പോൾ ഈ കൊച്ചു സഹോദരി നമ്മുടെ പേരൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. സ്തോത്രം. പക്ഷെ അവളെ കുറിച്ച് അവിടെ എഴുതി. അവൾ എന്താ ചെയ്തത്? ഞാൻ അന്ന് പറഞ്ഞു, നമ്മളറിഞ്ഞെന്തോ ചെയ്തു.
ഡാഡിയിൽ നിന്നും മമ്മിയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ എന്നെ വേർതിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കരിക്കലം പഠിപ്പിക്കുക, അടുക്കള വേല ചെയ്യിക്കുക, നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യൂ. സ്തോത്രം. ഇപ്പൊ പിടിച്ചോണ്ട് വന്നവന് സ്തോത്രം. നമ്മളാരും എന്താ പറഞ്ഞു, ഇതല്ല ഇതിനപ്പുറം എന്ത് ചെയ്യും? ഇതിനപ്പുറം പുള്ളിക്ക് വരണം. കാരണം എന്റെ ദേശത്ത് നിന്ന് അവിടെ കിടന്ന് എന്നെ ബലമായി പിടിച്ച് സ്തോത്രം ഇവിടെ കൊണ്ടുവന്നിട്ട് സ്തോത്രം ഇതിനപ്പുറവും വരണമെന്ന് പറയും. പക്ഷെ അവൾ എന്ത് ചെയ്തില്ല? ആത്മാവിന്റെ കൃപയുള്ള ഒരു കുഞ്ഞ്, ഒരു സഹോദരി. സ്തോത്രം. ദൈവത്തിന്റെ പെൺകുഞ്ഞുങ്ങളാണ് നമ്മളെല്ലാവരും. എവിടെ പോയാലും സ്തോത്രം നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തിയായി മാറും. യജമാനെ ചെന്ന് സൗഖ്യമാക്കാൻ, പ്രവചനം പറയാൻ, അല്ല സൗഖ്യമാക്കാനുള്ള ശുശ്രൂഷയും കൃപയൊന്നും കിട്ടിയിട്ടില്ല. സ്തോത്രം. കൊണ്ടുപോകാനുള്ള കേൾപ്പില്ല, ചെന്ന് നേരെ നിന്ന് പറയാനുള്ള കഴിവുമില്ല. പക്ഷെ നേരെ യജമാനത്തെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ദൈവപുരുഷനായ ഇസ്രായേലിൽ ദൈവപുരുഷനുണ്ട് എലീശ, യജമാനെ കൊണ്ടുവന്ന ദൈവപുരുഷന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ ഞാൻ വിശ്വസിക്കുന്നു യജമാനന് പരിപൂർണ സൗഖ്യം കിട്ടും. അറിയിച്ച ആ നിമിഷത്തിൽ ഭാര്യ സ്തോത്രം നയമാനെ അറിയിച്ചു. നയമാൻ അറിഞ്ഞ നിമിഷത്തിൽ നേരെ അരാം രാജാവിന്റെ അടുക്ക ചെന്നു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ഇസ്രായേൽക്കാരത്തിൽ പെൺകുട്ടിയാണ് വീട്ടിൽ ജോലിക്ക് നീക്കുന്ന അവൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലെറ്റർ എഴുതി കൊടുത്തു. നോക്കണമേ സ്തോത്രം. അടിമയായ ഒരു ഭവനത്തിൽ ചെന്ന് നിൽക്കുമ്പോഴും സുവിശേഷത്തിന് ഒരു വക്താവായി അവൾ മാറി. സഹോദരിമാരെ, എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് ധന്യകരമായ കുടുംബജീവിതം തന്നില്ലേ, തലമുറകളെ തന്നില്ലേ, നന്മകൾ തന്നില്ലേ, പരീക്ഷയ്ക്ക് പാസ്സായില്ലേ, ആരോഗ്യമുള്ള ശരീരം തന്നില്ലേ, ഉയർച്ചകളും മാന്യതകളും കൊട്ടാരമായ വീടുകളും തന്നില്ലേ, ഈ രാജ്യത്ത് ദൈവം കൊണ്ടുവന്നില്ലേ? സ്തോത്രം. ഇതെല്ലാം ദൈവം തന്നത് നിന്നിൽ തന്നെ നീ ഒതുങ്ങി. കുടുംബജീവിതം നല്ലതാണ്, തലമുറകളെ നോക്കുന്ന നല്ലതാണ്. അതിലെല്ലാം ഉപരി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് കൂടി നിനക്ക് ഈ ഒരു ആയസേ ഉള്ളൂ, ഈ ഒരു ആയസേ ഉള്ളൂ. എണ്ണപ്പെട്ട നാളുകളെ ഉള്ള മുമ്പിൽ സ്തോത്രം. ലഭിക്കുന്ന സമയങ്ങൾ സഹോദരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വിടുവിക്കുന്നത് പറ്റിയിരിക്കുന്നവരെയാണ്. വേഗത്തിൽ നമുക്ക് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം. വായിച്ചു നിൽക്കാൻ ഒത്തിരി സമയമില്ല. 6 മുതൽ 12 വരെയുള്ള വാക്യമാണ്. മതി, 11 മുതൽ വായിച്ചാൽ മതി. 6 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ എങ്കിലും 11 വാക്യം വായിച്ചാൽ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുള്ളവ നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളിച്ചതുപോലെ തന്നെ ഞാൻ അവരെ ഓടിച്ചു കളഞ്ഞു. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി. അങ്ങനെ ഇന്ന് വരെ ഫെലിസ്ത്യനായ യെഫുന്നെയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ. എന്തുകൊണ്ട് അവകാശം ലഭിച്ചത് ഭക്തന്? അവകാശം ലഭിക്കണേ എന്ത് ചെയ്യണം? വാഗ്ദത്തം ലഭിക്കണേ എന്ത് ചെയ്യണം? ദൈവത്തോട് പറ്റി നിൽക്കണം. വാഗ്ദത്തം മാറുമോ? പോകട്ടെ. ഇന്ന് വൈകിട്ടത്തെ മെസ്സേജിൽ വളരെ വ്യക്തമായി ചില വിശദീകരണം പറയണം. വാഗ്ദത്തം മാറുമോ? സ്തോത്രം. സ്തോത്രം. തിരുവചനത്തിൽ തന്നെ വ്യക്തമായ ചില തെളിവുകൾ പറയാം. പോകട്ടെ. സ്തോത്രം. ഇവിടെ നോക്കണമേ, ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കുന്ന വാക്കുകൾ പോയി വന്ന പുരുഷന്മാർ പറയുമ്പോൾ തന്നെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്ന കാലേബ് പറയുകയാണ്. സ്തോത്രം. അനേകര് ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കുമ്പോൾ പറ്റി നിന്നവൻ അവരെ ആശ്വസിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, സമാന ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി സമാന കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കോൺഫറൻസിന് പ്രസംഗിച്ച ഒരു വിഷയമായിരുന്നു സ്ത്രീകൾ ഭവനത്തിൽ, സഭയിൽ, സമൂഹത്തിൽ. സ്തോത്രം. പോകട്ടെ. ശ്രദ്ധിക്കണം, ഏത് നിലവാരത്തിലാണെങ്കിലും സമാധാനം കൊടുക്കുവാൻ ഒരു സ്ത്രീക്ക് പറ്റും. നമ്മുടെ സമാധാനപ്രിയരായ മാത്രമേ നമ്മുടെ തലമുറകളും ആ നിലവാരത്തിൽ നിൽക്കുകയുള്ളൂ.
എപ്പോഴും പറയുന്നത് പോലെ വീട്ടിലിരിക്കുന്ന TV-യിലെ ചാനലുകളെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ ജന്മം കൊടുത്ത മക്കളെ നിയന്ത്രിക്കാൻ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് കഴിയില്ല. ഇതിന് പ്രാർത്ഥിക്കുന്ന അമ്മമാർ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് തലമുറകളുടെ ആത്മീയ മരണം കണ്ട് നിലവിളിക്കുന്ന ഒത്തിരി നൊന്ത് പണിയുന്ന ഒത്തിരി അമ്മമാർ നമുക്കറിയാം. സ്തോത്രം. രക്ഷണീയ മരണം നടന്നത് നഗീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ കുഞ്ഞു മരിച്ചു. സ്തോത്രം. അവൾ വിധവയാണ്, ഏക പൈതലും മരിച്ചു. എന്നാ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം. യേശു വഴിയിൽ വെച്ച്, ഈ യാത്രയുടെ മധ്യത്തിൽ വെച്ച്, സ്തോത്രം, ഡെഡ് ബോഡിയുമായി അതെ പോകുന്നതായി ഈ കൂട്ടത്തെ കണ്ടു. നിരവധി പ്രസംഗങ്ങൾ നമ്മൾ അതിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കൽ ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ഉള്ളിൽ ദൈവം തന്ന ചിന്ത, 5 കൂട്ടം കരച്ചിലുകാരെ ഞാൻ അതിനകത്ത് കണ്ടു. ഒന്ന്, ചങ്ക് പൊട്ടി കരയുന്ന ഒരുത്തി ആ യാത്രയിലുണ്ട്. ആരാ? വെട്ടിക്കകത്ത് കിടക്കുന്ന കൊച്ചിന്റെ അമ്മ. 2, സ്തോത്രം, എല്ലാവരും കരയുന്നത് കണ്ടോണ്ട് കരയുന്ന ഒരു ഗ്രൂപ്പ് അതിനകത്തുണ്ട്. സ്തോത്രം. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഒരു മരണ വീട്ടിൽ ചെന്നാല് ഡെഡ് ബോഡിയെ നമ്മൾ നോക്കത്തില്ല, വെങ്ങി പൊട്ടുന്നവരെ നോക്കിയിട്ട് നമ്മളും ഒന്ന് വെങ്ങി പൊട്ടിയതിനു ശേഷം പിന്നെ തിരുത്തുള്ളൂ. അത് നമുക്ക് ജാതിയാ കിട്ടിയിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് കരച്ചിൽ. ഒന്ന് ചങ്ക് പൊട്ടി കരയുക. ഇത് കണ്ടോണ്ട് കൂടെ കുറെ പേരെന്ത് ചെയ്യുക? കരയുക. 3, ഇവിടെ വിധി ഇതായി പോയല്ലോ, താവ് മരിച്ചപ്പോ കൊച്ചു മരിച്ചു, ഇവിടെ വിധിയെ ഓർത്തൊരു ഗ്രൂപ്പ് കരയുന്നു. 4, കൊച്ചിന്റെ ഇവിടെ ഭാവിയെ ഓർത്ത്, ഇനി എന്താകും ഇവിടെ ഭാവി. 4ാമത്തെ കാര്യം, കൊച്ചിന്റെ വിധിയെ ഓർത്ത്. ഇതിങ്ങനെ ആയി പോയല്ലോ ഇതിന്റെ വിധി, അല്ലെ? അത് രീതിയാ മനുഷ്യന്റെ. സ്തോത്രം. അതിന്റെ വിധിയെ ഓർത്ത് കരയുന്നു. സ്തോത്രം. 5ാമതൊരു ഗ്രൂപ്പുണ്ട്, കൂലിക്ക് ഒന്ന് ചങ്ക് പൊട്ടി കരയുന്നു. 2, കരയുന്നവരെ കണ്ടോണ്ട് കരയുന്നു. 3, ഇവിടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് കരയുന്നു. കൊച്ചിന്റെ വിധി ഓർത്ത് കരയുന്നു. 5, കൂലിക്ക് കരയുന്നു. 5 കൂട്ടം ഒറിജിനൽ ഏതാ, ഡ്യൂപ്ലിക്കേറ്റ് ഏതാ? എല്ലാവരെയും കണ്ടിരുന്ന ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ ഉയർപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങോട്ട് ചെന്ന് നോക്കി നമ്മളാണ് ആദ്യം പറയുന്നത്, നിങ്ങൾ ആരും കരയണ്ട ഈ കൊച്ചിനെ ഞാനിപ്പോ. കാരണം നമ്മുടെ കണ്ണിന് മുമ്പിൽ എല്ലാവരുടെയും കണ്ണിന്ന് വരുന്നത് എന്താ? പക്ഷെ തമ്പുരാൻ ഇതിന്റെ ഉറവിടം നോക്കും. മനസ്സിലാകുന്നത് വിശ്വസിക്കും. ഇതിന്റെ ഉറവിടം എവിടാന്ന് നോക്കും. കൂലിക്ക് കരയുന്നവനെ, കൂടെ കരയുന്നവനെ, ഭാവി ഓർത്ത് കരയുന്നവനെ, വിധി ഓർത്ത് കരയുന്നവനെ ഒക്കെ തമ്പുരാൻ നന്നായിട്ട് അറിയും. പരപ്രേരണയോ സ്തോത്രം പറയുന്നവനെ ദൈവത്തിനാണ്. മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് ചില പ്രസംഗകരെ ക്ലാസ്സിലൊക്കെ കാണിക്കാൻ സ്തോത്രം പറയും. ൂരെ ഇരിക്കുകയാണെങ്കിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഷോ കാണിക്കും. പുറത്തോട്ട് ശബ്ദമൊന്നും ചില പാമ്പ് ചുറ്റുന്ന പോലെ. ചിലർ അങ്ങനെ അടുത്തിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കും, എന്നെ വിളിച്ചതാണെന്ന് വിചാരിച്ചു. സ്തോത്രം. സ്തോത്രം പറയുന്നെങ്കിൽ ശക്തിയോടെ സ്തോത്രം, ശക്തിയോടെ പറയണം. വലിയ പണ്ടത്തെ വലിയ അമ്മച്ചിമാരൊക്കെ സ്തോത്രം ചേമ്പ് പുഴുങ്ങാൻ അടുപ്പേ വെക്കും, അല്ലെ? ചെറിയ ചേമ്പൊക്കെ പുഴുങ്ങാൻ അടുപ്പേ വെച്ചിട്ട്, പണ്ടത്തെ അമ്മച്ചിമാരുടെ കാര്യം ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ചേമ്പ് പുഴുങ്ങത്തില്ലെന്നല്ല, ഈർക്കിലയിൽ ഇങ്ങനെ കുത്തിയിട്ട് അമ്മച്ചിമാർ എന്ത് ചെയ്യും, എന്തോന്ന് നോക്കാൻ അല്ലില്ലാത്ത അമ്മച്ചിമാർ വായിലോട്ട് എടുത്തിട്ടിട്ട് താടിയിലോട്ട് ഷോ കാണിക്കും. ഇങ്ങനെ ദൈവസഭയ്ക്ക് അതുകൊണ്ട് ഷോ കാണിക്കുന്നത് ചേർന്നു. സ്തോത്രം പറയാണെങ്കിൽ നന്നായിട്ട് പറയണം, അല്ലെ ഷോ കാണിക്കാൻ വരുമ്പോൾ. സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്താം. ദൈവമേ നന്ദി, സ്തോത്രം, ദൈവമേ മഹത്വം, സ്വർഗീയ ഭാഷയാകുന്ന ഹല്ലേലൂയ. ഇത് ഹൃദയം നിറഞ്ഞെന്ന് പറയുന്ന ഉറവിടം നോക്കുന്നവനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ. ഇതെവിടെ നിന്ന് വരുന്നതെന്ന് നന്നായിട്ട് അവൻ അറിയാം. കൂലിക്ക് കരയുന്നവനെയും കൂടെ കരയുന്നവനെയും ഭാവിയോർത്ത് കരയുന്നവനെയും വിധിയോർത്ത് കരയുന്നവനെയും ഒക്കെ തമ്പുരാന് നന്നായിട്ട് അറിയാം. സ്തോത്രം. എല്ലാവരുടെയും മുമ്പിലോട്ട് ചെന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ആരും കരയണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെയോ സ്ത്രീയെ അവർ അത്രയും പേർ എടുക്കുന്നത്. സ്ത്രീയെ
നീ കരയണ്ട. എന്നാ കാരണം? ഈ കരച്ചിൽ സെമിത്തേരി വരെയുള്ളൂ. ഇത്രയും പേര് സെമിത്തേരി ചെന്ന് കൊച്ചിന്റെ ബോഡി അടക്കം തിരിച്ചങ്ങോട്ട് കഷ്ടം, അവിടെ വിധിയായിപ്പോയത്. ഇത് പറഞ്ഞ് വിധി എഴുതി മാറുപോലും. പക്ഷെ വീട്ടിൽ ചെന്നാലും ഓരോ സെക്കൻഡും ചങ്ക് പൊട്ടുന്ന 5 തലമുറയോട്ട് കരയുന്ന ഒറ്റ അമ്മയുള്ളത്. ഇതിനകത്തിരിക്കുന്ന അമ്മമാരോട് പറയാം, അക്ഷരീയ മരണമല്ലെങ്കിലും തലമുറകളുടെ ആത്മീയ മരണമോർത്ത് കരയുന്നവരാ. സ്തോത്രം. നിനക്കുള്ള വേദന മറ്റാർക്കും വരുത്തില്ല. പക്ഷേ സ്വർഗ്ഗം പറയുന്നു, മറ്റാരെ നോക്കിയല്ല, ഒരുത്തിയെ കരയുന്ന തകർച്ചയുള്ള നിന്നെ നോക്കി സ്വർഗ്ഗം പറഞ്ഞ സ്ത്രീയെ നീ കരയണ്ട, നഷ്ടപ്പെട്ടതിനെ നിന്റെ കയ്യിലേക്ക് തരുവാൻ കരുത്തുള്ള ഒരുവനുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്ടെ. അക്ഷരീയ മരണമെങ്കിലും ആത്മീയ മരണം സംഭവിച്ചതിനെ നോക്കി കരയുന്ന മാതാവേ, ഉപവസിക്കുന്ന മാതാവേ, നിന്റെ പ്രാർത്ഥനയുടെ സ്ഥാനത്തായി പോകത്തില്ല. സ്വർഗ്ഗം വിളിച്ചു പറയുന്നു, യേശു വന്നു മരിച്ചു കിടക്കുന്നവരെ നിന്റെ കരത്തിലേക്ക് മറ്റുള്ളവരുടെ കണ്ണിനുണ്ട് തിരികെ തരുന്ന അവർ സർവശക്തിയുള്ള ദൈവമാണ്. വിശ്വസിക്കേ. സ്തോത്രം. വിശ്വസിക്കാൻ തയ്യാറാകും. സ്തോത്രം. ഏത് കഷ്ടത്തിനും നടുവിൽ ദൈവത്തോടുള്ള ബന്ധം മാറിപ്പോകും. ദൈവത്തോടുള്ള ബന്ധം മാറിപ്പോകുന്നത്. സ്തോത്രം. ഇവിടെ കാലേബ് 40-ാമത്തെ വയസ്സ് ദൂത് കേട്ടതാ. ഇപ്പൊ വയസ്സ് എത്ര ഉണ്ട്? 80. എത്ര വയസ്സുണ്ട്? 85. നിങ്ങളതിന് 5 വയസ്സ് കാലേബിനെ കുറച്ച്. സ്തോത്രം. 85 വയസ്സ്. നീണ്ട 45 വർഷമായി. പക്ഷെ ഇദ്ദേഹം പറയാണ്, പണം വെട്ടുകയും പോവുകയും വരികയും ചെയ്യാൻ അന്നത്തെ പോലെ, എപ്പോഴത്തെ പോലെ 40 എത്ര നല്ലതായിരുന്നല്ലേ. 40 വയസ്സിലെ പോലെ ആരോഗ്യം ഇന്നും എനിക്ക്. പുതിയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായി മാറും. ദൂത് കേട്ടപ്പോൾ ആമേൻ പറഞ്ഞ് കൈക്കൊണ്ടില്ലയോ? അതേ വിശ്വാസം 45 വർഷം കഴിഞ്ഞാലും അകത്ത് വേണം. അമ്മത്തെ പോലെ ഇന്നും വിശ്വാസത്തിൽ ആരോഗ്യം. പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? പ്രാർത്ഥനയ്ക്കൊന്നും കുറവൊന്നുമില്ല. തൊട്ടയിലെ ശീലം പണ്ട് പ്രാർത്ഥിച്ചതായിരുന്നു വിശ്വാസത്തോട്. ഇപ്പൊ പിന്നെ വലിയ കോൺഫിഡൻസ് വന്നവരൊന്ന് കൈ വെക്കും. നിങ്ങളൊക്കെ പഠിച്ചിട്ടിരിക്കുകയായിരുന്നല്ലേ? ഉമ്മന്നല്ല. ഇതിൽ പോയി വായിച്ചാൽ മതി. യൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. സ്തോത്രം. സെഖരിയ അറിയാമോ? കേട്ടിട്ടുണ്ടോ? യോഹന്നാൻ സ്നാപകന്റെ പിതാവ്. സ്തോത്രം. എന്താ സംഭവിച്ചത്? ൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ വന്ന് ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ നിൽക്കുക. സ്തോത്രം. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, സെഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. കുറെ വാഗ്ദത്തം കൊടുത്തു. വലിയവനാണ്. എല്ലാം കേട്ട് ഇദ്ദേഹം ചോദിക്കും, ഞാൻ എന്തോന്നാണ്? ഞാൻ വയസ്സനും എന്റെ ഭാര്യ, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സിൽ തന്നോളൂ. പക്ഷെ ഇപ്പോഴും കൂടി പ്രാർത്ഥിക്കുന്നു. എപ്പോ പ്രാർത്ഥിച്ചാന്നറിയാവോ? ഞാൻ സമയത്ത് പ്രാർത്ഥിച്ചത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. അന്ന് മുതലേ പ്രാർത്ഥിക്കുക, തലമുറ തരണേ, തലമുറ തരണേ, തലമുറ തരണേ. സ്തോത്രം. പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത്. പക്ഷെ ശേഷി കുറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ പ്രാർത്ഥനയുണ്ട്. അതൊക്കെ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ എവിടെ പോയാലും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഒത്തിരി പ്രസംഗിക്കുന്നവരായിരുന്നു. ആദ്യം സൗണ്ട് സിസ്റ്റം വന്നു. ചിലടത്തൊക്കെ ഇരുന്ന് ഹലോ എന്ന് വിളിക്കുമ്പോൾ അളിയോ എന്ന്. അതുകൊണ്ട് ഇത് ആദ്യം ശ്രദ്ധിക്കും. ഇവിടെ പിന്നെ സ്തോത്രം കുഴപ്പമൊന്നുമില്ല, പോകട്ടെ. സ്തോത്രം. സതീശാട്ടെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്നെ ഇല്ലാതെ പ്രാർത്ഥിക്കാൻ ആർക്കും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. എന്താ നമ്മുടെ ഇടയിൽ വിടുതലുകളും സൗഖ്യവും ഭൂതമലറി പോകാത്തൊക്കെ ആ ദൈവം ഇന്നും ഇല്ലയോ? പിന്നെ സ്തോത്രം. പ്രാർത്ഥിക്കുന്നുണ്ട്. യൗവനകാലത്ത് ഭാര്യ വിളിക്കുകയായിരുന്നപ്പോ, കർത്താവ് യോഗ്യനായിരുന്നപ്പോൾ വിടുക്കലായിട്ട് പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ തരണം. ഇപ്പോഴിവിടെ വന്ന് നിൽക്കുമ്പോഴും കക്ഷി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അകത്തൊന്നും
ഒന്നുമില്ല, പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അല്ലേ? കുടുംബ പ്രാർത്ഥന എന്നത് പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാതെ കിടന്നാ എന്ത് വിചാരിക്കും ദൈവം അല്ലേ? അതുകൊണ്ട് കിടക്കയിലോട്ട് കയറിയിരുന്ന് ഓഹോ കഷ്ടപ്പാടിന്റെ നടുവിലാണ്, അവിടുന്ന് എല്ലാം അറിയുന്നു, അടി ചെയ്താൽ അറിയുന്നു. ഒറ്റ കിടപ്പ്, രാവിലെ ചാടി എഴുന്നേറ്റ് ഒറ്റ ഓട്ടമാണ്. ഓക്കെ, കാരണം അപ്പന്മാര് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രമെല്ലാം പോയി. നോക്കണേ, അകത്ത് വിശ്വാസത്തിന്റെ കണിക പോലുമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അതിന്റെ ഭാര്യ എലിസബത്ത് മകനെ പ്രസവിക്കും, അവനെ ഞാൻ വലിയവനാണ്, കർത്താവിന് വഴിയൊരുക്കും. ഇതെല്ലാം ഇത് ഞാൻ എന്തോ ഞാൻ അറിയും, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ പൈസ എന്നുള്ളൂ. ഉടനെ ദൂതൻ മുഖത്തോട് സൂക്ഷിച്ചു നോക്കിട്ട് ദൂത് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിക്കുന്ന ഗബ്രിയേൽ, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എന്റെ വാക്ക് നീ വിശ്വസിക്കായിക്കൊണ്ട് അത് പുറത്തു വരുന്നവരെ നീ കിട്ടത്തില്ല. ചിലതിലേക്ക് വായ തമ്പുരാൻ അടയ്ക്കും. അവിശ്വാസം പറഞ്ഞ വായ അടയ്ക്കുന്നേനോ സ്തോത്രം ഇണ്ടിയില്ല. പക്ഷെ ഇതേ ദൂതൻ ദൈവസന്നിധിക്കുന്ന ഈ ഗബ്രിയേല് 6 മാസം കഴിഞ്ഞപ്പോൾ നേരെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിലേക്ക് ചെന്നു. അവിടെ ഒരു പാവപ്പെട്ട പെൺകൊച്ചു പേര് അവിടെ എവിടെ ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് പാവപ്പെട്ടവളെ എന്നാ വന്നതായത് സ്തോത്രം അവിടെ പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ. അവിടെ ന്യായമായ ക്വസ്റ്റ്യൻ ആയി, പുരുഷനെ അറിയാകിയ ഭാര്യ കൂട്ടത്തിലുള്ളവന് വിശ്വസിക്കാൻ പറ്റുന്നു, ഭാര്യ കൂടുള്ളവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ കിട്ടും. ഭർത്താവ് ഇല്ലാത്തവളോട് എന്ന് പറയുമ്പോ സ്തോത്രം പുരുഷനെ അറിയാകുകയും ഉടനെ ദൂതൻ അവളോട് പറയുകയും ന്യായമായ കാര്യം, ദൈവത്തിന് ഒരു കാര്യവും ഇത് പറഞ്ഞോണ്ടേ സ്തോത്രം. അതെങ്ങനെ നടക്കുമെന്ന് അടുത്ത ക്വസ്റ്റ്യല്ലേ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കുന്നു. ഇതാ സമർപ്പണ സഹോദരിമാരെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമായില്ല എന്ന് നിന്നോട് പറയുമ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു സ്തോത്രം. ആ നിമിഷം പ്രജയുടെ ഉള്ളിൽ ഉരുവായി. ഒരുത്തനിവിടെ വായ്പൂട്ടിയിരിക്കുമ്പോൾ സ്തോത്രം എലിസബത്തിന്റെ അടുക്കലേക്ക് ആരോഗ്യത്തോടു കൂടെ തുള്ളിച്ചാടി ചെല്ലുക സ്തോത്രം. അല്ലേ, വന്ദനം ചൊല്ലുവാൻ അവിടെ അകരത്തെ ദൈവം തുറന്നു. ആ വന്ദനം കേട്ടപ്പോൾ അടുത്തയാളിന്റെ ഉള്ളിൽ പിള്ള തുള്ളാൻ തുടങ്ങി. പലരും വായടയ്ക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി സമർപ്പിക്കുന്നവരുടെ ഉള്ളിൽ അല്ലേ വചനം പറയുന്നത് പോലെ ആ നിമിഷത്തിൽ വിടുതൽ സംഭവിക്കും. നീ അടങ്ങിയിരിക്കാൻ അവൻ അനുവദിക്കത്തില്ല. പലരും വാമൂട്ടിയിരിക്കുമ്പോ, പലരും മിണ്ടാതിരിക്കുമ്പോ, പലർക്കും വിശ്വസിക്കാൻ കഴിയാതിരിക്കുമ്പോ ഈ വിശ്വാസത്തോടെ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ചിലതിന്റെ മുമ്പ് ചാന്തോടെ വിളിച്ചു പറയുമോ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് 40-ാമത്തെ വയസ്സിൽ ദൂത് കേട്ടവൻ 85-ാമത്തെ വയസ്സിൽ ഹെബ്രോൻ കൂട്ടായ്മയുടെ മലയെ പിടിച്ചു അനാഖ്യരുണ്ട് സ്തോത്രം. പട്ടണം വലിപ്പമുള്ളതാണ്, പക്ഷേ യഹോവ എന്റെ കൂടെ ഉണ്ട്, ഞാൻ ഇപ്പൊ കാലഭാരായി മാറി ജയാളിയാണ്. എന്റെ ദൈവമായ യഹോവയുടെ എങ്ങനെ പറ്റിയിരുന്നു? പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്ത് 45 വർഷത്തിന് ശേഷം കൊടുത്തു. ശ്രദ്ധിക്കണം, ഇപ്പോൾ കാലേബ് ജയാളിയായി മാറി. ഈ ജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, പിന്നെ തോറ്റവരുടെ അടുത്തിലോട്ട് പോകും സ്തോത്രം. ജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇനി എന്റെ വീട്ടിൽ വന്ന് കയറുന്നവരും ജയിച്ചവരാ. തോറ്റവരെ ഒന്നും പിടിച്ച് വീട്ടിനകത്ത് ജയിച്ചവര് പിന്നെ തോറ്റവരെ വീട്ടിൽ എന്ത് ചെയ്യരുത്, അർത്ഥിച്ചോളൂ. തോറ്റവരാരും എന്റെ വീട്ടിൽ വേണ്ട. എന്റെ വീട്ടിൽ വരുന്നതും ജയിച്ചതായിരിക്കണം. എന്റെ കുഞ്ഞു കയറി ചെയ്യുന്നതും ജയിച്ചവരുടെ അടുക്കലായിരിക്കണം. 15-ാം അധ്യായം 16-ാം വാക്യം, കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് ജയാളിയായ കാലേബ്. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ പിടിച്ചടക്കി ജയിച്ചത്. കാലേബ് തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്നു, അവൾ ചെന്ന ഉടനെ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കാൻ തുടങ്ങി. എന്താ ഉത്സാഹിപ്പിച്ചത്? നമുക്ക് ഇവിടെ മാറി താമസിക്കണം, നമ്മളൊക്കെ ഉത്സാഹിപ്പിക്കുന്ന ചെന്ന് കയറുന്ന ഉടനെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ
എന്ത് കയറി നമ്മൾ ഉത്സാഹിപ്പിക്കുക എന്നാ ഇവിടെ നിന്ന് മാറി അങ്ങനെ ഉത്സാഹിപ്പിച്ചത് അപ്പനോട് ചില ചോദിക്കും. സഹോദരിമാരെ സ്തോത്രം. മറ്റുള്ളവരെ കൂടെ ഉത്സാഹിപ്പിച്ചു പിതാവിനോട് ചിലത് ചോദിച്ചു വാങ്ങിക്കുന്നവരായി നിനക്ക് കഴിയും. കാരണം നീ ജയിച്ചവന്റെ മകളാ. ഉറപ്പുള്ള ഒരു കരമീയത്തിലേക്ക് ജയാളിയുടെ മകളാ. പാതാളത്തെയും മരണത്തെയും പിശാചിനെയും കാൽക്കീഴാക്കി ക്രൂശിൽ ജയഭേരി മുഴക്കിയ അപ്പന്റെ മകളാണെന്ന് ഒരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്തോത്രം. ഏത് സാഹചര്യത്തിന് നടുവിലും ഈ ഒരു ഉറപ്പകത്തുണ്ടെങ്കിൽ അപ്പൻ ആരെ നിരാശപ്പെടുത്തിയില്ല. സ്വതന്ത്ര 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 സ്വതന്ത്രം. പലരും ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കിയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ധൈര്യത്തോടെ നിന്ന് കാലം നമുക്ക് കീഴടക്കാൻ കഴിയും. സ്തോത്രം. ഇവിടെ എന്താ സംഭവിച്ചത്? ആ ധൈര്യം പറഞ്ഞ ആ ജയിച്ച അപ്പന്റെ മകളാ. അവൾ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കാതെ ഉത്സാഹിപ്പിച്ചാ അപ്പനോട് ചിലത് ചോദിക്കണം. ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒടുവിൽ എന്നാ സംഭവിച്ചറിയാമോ? ദൂരമേ അപ്പനെ കണ്ടപ്പോൾ കഴുതപ്പുറത്ത് നമ്മൾ ഇറങ്ങി താഴ്മയെ കാണിക്കുകയാണ്. സ്തോത്രം. വിശദീകരിക്കുന്നില്ല. അപ്പനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ അപ്പനോട് ചെയ്യുന്നവരെ അപ്പ നീ എന്നെ തെക്കേ അപ്പൻ അറിയാതെ തെക്കേ ദേശത്ത് പോയത് പറഞ്ഞാട്ട് അപ്പൻ എന്നെ അങ്ങോട്ട് അയച്ചേ. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ അയച്ചത്. സ്തോത്രം. അതുകൊണ്ട് വടക്കേ ദേശത്തോട് കൊണ്ടുപോകാൻ പറഞ്ഞില്ല. എനിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ അപ്പ നീരുറവ് നീ തരുന്ന ഉറവയില്ല ഇവിടെ നിൽക്കാൻ പറ്റും. അവിടെ എഴുതിയിരിക്കുന്നു അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും ഉറവുകളെ കൊടുത്തു ഉയരത്തിലെ ഭൂമിയിലും ആക്കിയിരിക്കുന്നിടത്ത് നിൽക്കാനുള്ള ഒരു കൃപ അവൾ ചോദിച്ചു. തെക്കേ ദേശത്തെ ഒത്തിരി കാര്യമുണ്ടെങ്കിലും യെശയ്യാവ് 30:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. യെശയ്യാവ് 30:6 വായിക്കുന്നത് ഇങ്ങനെയാണ്. തെക്കേ ദേശത്തേക്കുള്ള പ്രവാചകൻ. ഇവിടെ എന്താ? സിംഹി, അണലി, കേസരി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്ന കഷ്ടവും ക്ലേശവുമുള്ള ദേശമാണ് തെക്കേ ദേശം. അയ്യോ, ജയിച്ച അപ്പൻ മക്കളെ പറഞ്ഞു വിട്ടു എങ്ങോട്ടാ? അപ്പൻ ജയിച്ചതാ. അനാക്യരും ഇരുമ്പ് രഥമുള്ളതിനെയൊക്കെ സ്തോത്രം തകർത്തു മാറ്റി ജയഭേരി മുഴക്കി അപ്പൻ പ്രതികൂലത്തിന്റെ നടുവിലാ മക്കളെ സ്തോത്രം. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ എഗസ്കേലിനെ കൊണ്ട് നിർത്തുവല്ല ശുദ്ധിച്ചു. ബന്ധം വിട്ടുകിടക്കുന്നത് ഏറ്റവും ഉണങ്ങിയത് ബന്ധം വിട്ടുകിടക്കുന്നത് ഏറ്റവും ഉണങ്ങിയത് സ്തോത്രം സ്തോത്രം നിർജീവമായത് അതിന്റെ നടുവിൽ ഭക്തരെ ദൈവം ശുദ്ധിച്ചു. ഈ അസ്ഥികൾ യഹോവേ നീ അറിയുന്നു, അർത്ഥം എനിക്കറിയുന്നില്ല. സ്വന്തം സാഹചര്യം നോക്കിയാൽ ഒരിക്കലും ഇത് ജീവിക്കത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, കുഞ്ഞെ നീ ആധരം തുറന്നു. പ്രതീക്ഷകൾ അസ്തമിച്ചതിനെ നോക്കി ആധരം തുറന്നു. ചിതറിപ്പോയതിനെ നോക്കി നീ ആധരം തുറന്നു. ബന്ധം വിട്ടുകിടക്കുന്നതിനെ നോക്കി നീ ആധരം തുറക്കാൻ. വേർപെട്ട് നിൽക്കുന്നതിനെ ഓർത്ത് നീ ആധരം തുറക്കാൻ. അങ്ങോട്ടൊന്ന് നോക്ക്. അല്ല, ചിതറിപ്പോയതിനെ കൂട്ടി യോജിപ്പിക്കാനും ബന്ധം വിട്ടതിനെ ഒന്നിപ്പിക്കാനും അല്ലേ മാംസം നോക്കുമില്ലാത്തതിനെ ഇരുകൊണ്ട് പൊതിയുവാനും ജീവൻ നഷ്ടപ്പെടുന്ന ജീവന്റെ തുടിപ്പ് കൊടുക്കാനും കരുത്തുള്ളവൻ നിന്റെ കൂടെയുണ്ട്. വിവിധ നാടുകളിൽ
നിന്റെ അതരത്തിൽ ഇരിക്കുമോ എന്ന് ചോദിച്ച പ്രതീക്ഷയും നീ അറിയും. അവരവരുടെ കുഞ്ഞെ നീ കൂടുതലൊന്നും ചെയ്യും, നീ അതരം തുറന്നാൽ മതി. ചിതറിയതിനെ യോജിപ്പിക്കുന്നത്, ബന്ധം വിട്ടതിനെ ഒന്നാക്കുന്നത്, ഞരമ്പ് പൊതിയ തൊക്ക് പൊതിയ ഈ ഡ്യൂട്ടി തമ്പുരാനുണ്ട്. പക്ഷെ ഇതിന്റെ നടുവിൽ അധരം തുറക്കാവുന്നൊരു ഡ്യൂട്ടി നിനക്കുള്ളത്. അധരം തുറക്കുന്ന ഡ്യൂട്ടി നിനക്കുള്ളത്. വിശ്വാസത്തോടെ കൽപ്പിക്കാൻ തയ്യാറാണ്. വിശ്വാസത്തോടെ കൽപ്പിക്കാൻ തയ്യാറാണ്. ബന്ധം വിട്ടത് ഒന്നാകും. ചിതറിയത് ജീവിക്കും. ഞരമ്പ് നഷ്ടപ്പെട്ട് കിടക്കുന്നത്, തൊക്കില്ലാത്തത്, മാംസമില്ലാത്തത് വെച്ച് പിടിപ്പിക്കുവാൻ നിന്റെ അതരത്തിൽ കൂടി വരുന്ന ശബ്ദത്തിന് കഴിയുമെങ്കിൽ ഇതുവരെ എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, എന്നെ കരുതുന്ന പ്രിയമുള്ളവരെ, നീ നിരാശപ്പെടേണ്ട. നീ ഇതിന്റെ നടുവിൽ ചുറ്റുകയല്ല, ഇതിന്റെ നടുവിൽ നീ കൂടെ വരും. നിന്നിലൂടെ ഒരു സൈന്യമിറങ്ങും. തെക്കേ ദേശത്തേക്കുള്ള പ്രവാഹം സിംഹിയുണ്ട്, കേസരിയുണ്ട്, അണലിയുണ്ട്, പറക്കുന്ന അഗ്നിസർപ്പമുണ്ട് എന്നിവ വരുന്ന ദേശത്ത് ജയാളിയായ അപ്പൻ ജയിച്ച മക്കളെ വിട്ടിരിക്കുന്നു. ജയിച്ച മോളെ പറഞ്ഞു വിട്ടു. പ്രതികൂലത്തിന്റെ നടുവിലാണ് വിട്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ നിൽക്കുന്നത്. പ്രതിബന്ധങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. അപ്പൻ അറിയാതെയല്ല അവിടോട്ട് വന്നത്. അപ്പൻ അറിയാതെയല്ല ഈ പ്രതികൂലം. അപ്പൻ അറിയാതെയല്ല ഈ വേദന. അപ്പൻ അറിയാതെയല്ല ഈ ഒറ്റപ്പെടൽ. അപ്പൻ അറിയാതെയല്ല ഈ തകർച്ച. അപ്പൻ അറിയാതെയല്ല ഈ വെല്ലുവിളി. എന്നാൽ ഇതിന്റെ നടുവിൽ നീ എന്ത് ചെയ്യും? ഇവിടെ തന്നെ മാറ്റണമേ, ഇതെല്ലാം എന്നിൽ നിന്ന് നീക്കണമേ, എന്നെ എടുത്തോളെ എന്നല്ല പറഞ്ഞത്. ഇവിടെ നിൽക്കാൻ അപ്പാ, നീ തരുന്ന നീറവില്ലാതെ ചോദിക്കണ്ടേ? ഒരു നിമിഷം നമുക്ക് വേണ്ടി അല്ലെ, നീ പറ്റി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് പ്രാഗൽഭ്യം കൊണ്ട് ചോദിക്കാം. നിനക്ക് പ്രാഗൽഭ്യം കൊണ്ട് ചോദിക്കാം. ആരെ വിജയിച്ചവനാ? ആരെ വിജയിച്ചവനാ? അവൻ തന്റെ ദൈവമായ യഹോവയുടെ പൂർണ്ണമായി പറ്റി നിൽക്കും. എല്ലാ കണ്ണിലും ഒരു നിമിഷമാണ്. എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? അതെ, എനിക്കൊരു പ്രാഗൽഭ്യമുണ്ട്. സിംഹിയുള്ളിടത്ത്, കേസരിയുള്ളിടത്ത്, അണലിയുള്ളിടത്ത്, പറക്കുന്ന അഗ്നിസർപ്പമുള്ളിടത്ത്, കഷ്ടവും ക്ലേശമുള്ള തെക്കേ ദേശത്ത് ജയാളിയായ അപ്പൻ എന്നെ പറഞ്ഞു വിട്ടത്. എന്റെ രാജ്യം തർക്കിക്കും, എന്റെ കുടുംബം തർക്കിക്കും, ആ സ്ഥലങ്ങളുടെ എന്റെ കയ്യിൽ തന്നെങ്കിൽ ഞാൻ മുഖേന ജീവിക്കും. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ അവനെ ഉയർത്തും. അതെ,